എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കമ്പനി ലോ എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മുടെ കമ്പനി ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ, അതായത് എന്തൊക്കെയാണ് കമ്പനി ലോയിലെ അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കാം നമുക്ക്. ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MCA എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്, നമ്മുടെ കമ്പനി ലോ വരുന്നത്. എന്ത് ചെയ്യാം, മനസ്സിലാക്കി വയ്ക്കാം. ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അഡ്മിനിസ്ട്രേറ്റ്സ് കമ്പനി ലോ ഇൻ ഇന്ത്യ. അപ്പോൾ ആരാണ് നമ്മുടെ കമ്പനി ലോൺ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആയിട്ടുള്ള MCA ആണ് എന്ത് ചെയ്യുന്നത്, കമ്പനി ലോൺ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അണ്ടറിൽ വരുന്ന അതോറിറ്റികൾ ഉണ്ടോ, നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനായിട്ട് കുറച്ച് അതോറിറ്റീസുകളാണ്. ഒന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ROC, രണ്ടാമത്തെ റീജിയണൽ ഡയറക്ടേഴ്സ് RDS എന്ന് പറയും. അടുത്ത നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ NCLT എന്ന് പറയും. ദ നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണൽ NCLAT എന്ന് പറയും. ദെൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO എന്ന് പറയും. സോ ഈ പറയുന്ന ഈ 4 ആൾക്കാർ അതോറിറ്റികളാണ് എന്തിൻ്റെ അണ്ടറിൽ വരുന്നത്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഈ 4 അതോറിറ്റികളാണ് എന്ത് ചെയ്യുന്നത്, കമ്പനി ലോനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്കിത് ഓരോന്നും എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ്, റെഗുലേറ്ററി അതോറിറ്റീസ് അണ്ടർ കമ്പനീസ് ആക്ട് 2013 പ്രകാരം വരുന്ന റെഗുലേറ്ററി അതോറിറ്റീസുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ROC എന്ന് പറയും. ഓക്കെ, വർക്ക്സ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അപ്പോൾ ROC ആരുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MCAയുടെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, ROC വർക്ക് ചെയ്യുന്നത്. മെയിൻറ്റെയിൻസ് റെക്കോർഡ്സ് ഓഫ് ഓൾ കമ്പനി രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ. എത്രത്തോളം കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ആ രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ എല്ലാം റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ജോലി എന്ന് പറയുന്നത്. മറക്കരുത്, രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ ജോലി എന്താണ്? മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ഓൾ കമ്പനീസ് രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളുടെയും റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അടുത്തത് റെസ്പോൺസിബിൾ ഫോർ കമ്പനി രജിസ്ട്രേഷൻ. ഇത് എന്തിനൊക്കെ റെസ്പോൺസിബിൾ ആണ്? റെസ്പോൺസിബിൾ ഫോർ കമ്പനി രജിസ്ട്രേഷൻ, ഫയലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ റെസ്പോൺസിബിൾ ആണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്താണ്, റെസ്പോൺസിബിൾ ആണ്. അതുപോലെ തന്നെ എൻഷുർ കംപ്ലൈൻസ് വിത്ത് ദ കമ്പനീസ് ആക്ട് അണ്ടർ ദി ലീഗൽ പ്രൊവിഷൻസ്. എൻഷുർ കംപ്ലൈൻസ് വിത്ത് ദ കമ്പനീസ് ആക്ട് ആൻഡ് അതർ ലീഗൽ, അതായത് എല്ലാ ആൾക്കാരും, മിക്ക കമ്പനികളും, എല്ലാ കമ്പനികളും കറക്റ്റായിട്ട് ലീഗൽ പ്രൊവിഷൻസുകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? രജിസ്ട്രാർ ഓഫ് കമ്പനീസുകളുണ്ട്, ROCക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. എല്ലാ റെക്കോർഡ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ. രജിസ്ട്രേഷൻ്റെ എല്ലാ റെക്കോർഡ്സുകളും ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. റെസ്പോൺസിബിൾ കമ്പനി രജിസ്ട്രേഷനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ കമ്പനിയുടെ ആനുവൽ റിട്ടേൺ ചെയ്യുന്നുണ്ടോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് നിർമ്മിക്കുന്നുണ്ടോ എന്നുള്ളതിന് അവർ റെസ്പോൺസിബിൾ ആണെന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം റീജിയണൽ ഡയറക്ടേഴ്സ് RDS എന്നുള്ള ഇതിലാണ് അറിയപ്പെടുക. ആരാണ്? റീജിയണൽ ഡയറക്ടേഴ്സ്. നോക്കാം, അവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർവൈസ് ആൻഡ് കോർഡിനേറ്റ് ദി ഫങ്ഷനിങ് ഓഫ് സെവറൽ ROC വിത്തിൻ ദ റീജിയൻ. അതായത് സൂപ്പർവൈസ്, കോർഡിനേറ്റ് ദി ഫംഗ്ഷൻ. നമ്മളിപ്പം മുകളിൽ പഠിച്ച ROC ഉണ്ടല്ലോ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യണം? സൂപ്പർവൈസ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അവരുടെ ഫംഗ്ഷൻസുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. അതായത് ഒരു റീജിയൻ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല റീജിയൻ ഉണ്ടായിരിക്കും. സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, മിഡ് ഈസ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ റീജിയൻസുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനെ നമുക്ക് ഓരോ റീജിയനായിട്ട് എടുക്കും. അപ്പോൾ ഈ ഓരോ റീജിയനിലും ROCകൾ ഉണ്ടായിരിക്കും. ഇവരുടെ ആക്ടിവിറ്റികളൊക്കെ, ഫംഗ്ഷൻസുകളൊക്കെ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് റീജിയണൽ ഡയറക്ടേഴ്സിൻ്റെ ജോലി എന്ന് പറയുന്നത്. എംപവേർഡ് ടു അപ്രൂവ് സർട്ടൺ മാറ്റേഴ്സ് സച്ച് ആസ് ആൾട്രേഷൻ ഓഫ് മെമ്മോ. അപ്പോൾ ഇവർ മെയിനായിട്ട് ചെയ്യുന്ന വർക്കുകൾ ഓൾട്ടർനേഷൻ, മെമ്മോറാണ്ടത്തിൽ എന്തെങ്കിലും ഓൾട്ടർനേഷൻ അടിച്ചെങ്കിൽ അത് ചെയ്യുക. ചേഞ്ചസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ വിത്തിൻ ദ റീജിയൻ. ഇപ്പോൾ എന്തെങ്കിലും അവരുടെ ഓഫീസും രജിസ്റ്റേർഡ് ഓഫീസൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ വിത്തിൻ ദ റീജിയൻ. ഒരു റീജിയൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന്, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലൊക്കെയാണ് റീജിയണൽ ഡയറക്ടേഴ്സിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇങ്ങനെ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ, ഇതൊരു ലിങ്കായിട്ട് പ്രവർത്തിക്കുന്ന ആരുടെ ഇടയിലൊക്കെ? ഒന്ന് ROCയുടെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും, അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെയും മിനിസ്ട്രി ഓഫ് അഫയേഴ്സിൻ്റെയും, മിനിസ്ട്രി ഓഫ് കമ്പനീസ് അഫയേഴ്സിൻ്റെയും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഇടയിലൊരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ആര് ചെയ്യുന്ന ജോലിയാണ്? റീജിയണൽ ഡയറക്ടേഴ്സ് ചെയ്യുന്ന ജോലിയാണ്.
നെക്സ്റ്റ് നോക്കാം നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ NCLT എന്ന് പറയുന്നത് ആരാണ്? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലാണ്. ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് എസ്റ്റാബ്ലിഷ് അണ്ടർ സെക്ഷൻ 408 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. ക്വാസി ജുഡീഷ്യറി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ആയിട്ടുള്ളൂ അല്ലേ, നിയമങ്ങളും കാര്യങ്ങളൊക്കെ മുഴുവൻ ഇപ്പോഴും അത് ഫുൾഫിൽ ആയിട്ടില്ല, മുഴുവൻ കാര്യങ്ങളും ആയിട്ടില്ല, ഒരു പകുതി വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് സെക്ഷൻ 408 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ്. ഡീൽസ് വിത്ത് മാറ്റേഴ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ഡീൽ ചെയ്യണത്? റിലേറ്റഡ് വിത്ത് കമ്പനീസ് ഡിസ്പ്യൂട്ട്, കമ്പനികൾ തമ്മിലുള്ള തർക്കങ്ങൾ, ഒപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ, അതായത് അവരുടെ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ, വാദങ്ങളും കാര്യങ്ങളും. then അതുപോലെ തന്നെ മിസ്മാനേജ്മെൻറ്റ്, ഇതിൽ മർജർ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമാൽഗമേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, വൈൻഡിങ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ റിവൈവൽ ഓഫ് സിക്ക് കമ്പനീസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണലൊക്കെയാണല്ലോ, അതായത് ഒരു കോടതിയൊക്കെ പോലത്തെ ഒരു അധികാരമുള്ള ഒരു സ്ഥാപനമായിരിക്കും, ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കമ്പനി ഡിസ്പ്യൂട്ട്, ഓപ്പറേഷൻ, മിസ്മാനേജ്മെൻറ്റ്, മർജർ, അമാൽഗമേഷൻ, വൈൻഡിങ് അപ്പ്, റിവൈവൽ ഓഫ് സിക്ക് കമ്പനീസ് ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ, ഈ സിറ്റുവേഷൻസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നേരിടുന്ന ആരാണ്? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലാണ്. അതുപോലെ ആസ് എ പവർ ടു സിവിൽ, ഇതൊരു സിവിൽ കോർട്ടിൻ്റെ എല്ലാവിധ അധികാരങ്ങളും പവറുകളും ആരുടെ കയ്യിലുണ്ട്? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണലാണ്. അടുത്ത് പഠിക്കാൻ പോകുന്ന ഏതാണ്? നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണലാണ്, NCLAT ആണ്. ഇത് എസ്റ്റാബ്ലിഷ് അണ്ടർ സെക്ഷൻ 410 410 കമ്പനീസ് 2013. ഈ അപ്പീൽ അഗെയിൻസ്റ്റ് ഓർഡർ ഓഫ് NCLT, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച NCLT ഉണ്ടല്ലോ, അതിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് അപ്പീൽ കൊടുക്കേണ്ടതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അവർ നമുക്ക് എതിരായിട്ടുള്ള വിധിയൊക്കെ പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പീൽ കൊടുക്കാനായിട്ടൊരു ഇത് വേണ്ടേ. അപ്പോൾ അപ്പീൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനാണ് നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഈസ് ഓൾസോ ഹിയേഴ്സ് അപ്പീൽസ് അഗെയിൻസ്റ്റ് ഡിസിഷൻ ഓഫ് ഇൻസോൾവൻസി, ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ അപ്പോൾ ഈ പറയുന്ന, അതായത് നമ്മുടെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ട്, IBBI, മറക്കരുത്. എന്താണ് IBBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ അവരുടെ ഈ ഒരു സ്ഥലത്തിൽ നിന്ന് വരുന്ന അപ്പീലുകളും എവിടെ പരിഹരിക്കും? നമ്മുടെ നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണലിൽ പരിഹരിക്കുന്നത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ ഇൻസോൾവൻസി ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ IBBI ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അണ്ടർ ദി IBC ആക്ട് ആണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എന്താ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പാപ്പരാവുക, ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൈസയും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ സീറോ ബാലൻസിൽ നിൽക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇൻഷുറൻസ് ആൻഡ് ബാങ്ക്രപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഡിസിഷൻ ക്യാൻ ബി അപ്പീലേറ്റ് ബൈ ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ഡിസിഷൻസുകളൊക്കെ അപ്പീൽ ചെയ്യുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ്. ഡിസിഷൻ ക്യാൻ ബി അപ്പീൽഡ് ടു ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇതൊരു അപ്പീലൊക്കെ സ്വീകരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണെന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വയ്ക്കാം. അടുത്തതാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, SFIO, മറക്കരുത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് SFIO. സ്പെഷ്യലൈസ്ഡ് മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷൻ ഉണ്ട് MCA. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനാണ്. ആരുടെ അണ്ടറിൽ വരുന്നതാണ്? മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇൻവെസ്റ്റിഗേറ്റ് സീരിയസ് കേസ് ഓഫ് കോർപ്പറേറ്റ് ഫ്രോഡ്, മിസ്മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ്. അപ്പോൾ സീരിയസ് ആയിട്ട് വരുന്ന കമ്പനിയിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ അതൊക്കെയാണ് നമ്മുടെ കോർപ്പറേറ്റിൽ നടക്കുന്ന ഫ്രോഡുകൾ, മിസ്മാനേജ്മെൻറ്റുകൾ, എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസുകളുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആരുള്ളത്? SFIO ഉള്ളത്. കംപ്രൈസസ് എക്സ്പേർട്ട് ഫ്രം ലോ, അക്കൗണ്ടൻസി, ഫോറൻസിക് ഓഡിറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റിംഗ്, അതർ ഫീൽഡ്. ഈ പറയുന്ന ഫീൽഡുകളിലൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്പേർട്സ് ഫ്രം ലോ, കംപ്ലീറ്റ്സ് എക്സ്പേർട്ട് ഫ്രം ലോ, അക്കൗണ്ടൻസി മേഖലകളിൽ നല്ല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്, അവരുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എന്തെങ്കിലും ഫ്രോഡുകളൊക്കെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഫോറൻസിക് ഓഡിറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഇങ്ങനെ അതർ ഫീൽഡിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? അണ്ടറിൽ വരുന്നുണ്ട്. ദെൻ ക്യാൻ ഇനിഷ്യേറ്റ് പ്രോസിക്യൂഷൻ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റിഗേഷൻ ഫൈൻഡിങ്സ്. നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഫൈൻഡിങ്സ് അനുസരിച്ചിട്ടായിരിക്കും നമ്മളിതിൻ്റെ തീരുമാനങ്ങൾ എന്താണ്, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ ഇത്രയും നേരമായിട്ട് നമ്മൾ നോക്കിയത് കമ്പനീസ് ഓഫ് ലോ ആണ്. അതിൽ നമ്മൾ പറഞ്ഞു മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് കമ്പനീസ് അല്ല കേട്ടോ, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. ഞാൻ നേരത്തെ മിനിസ്ട്രി ഓഫ് കമ്പനീസ് അഫയേഴ്സ് എന്ന് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് ആയിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് MCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ അതോറിറ്റീസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള അവരുടെ ഫങ്ഷൻസുകളും കാര്യങ്ങളും എന്താണെന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ
ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഒന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ROC, റീജിയണൽ ഡയറക്ടേഴ്സ് RD, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ NCLT, അതുപോലെ നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണൽ NCLAT, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണല്ലോ. ഇനി ടൈപ്സ് ഓഫ് കമ്പനീസുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ത്യയിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ടൈപ്സ് ഓഫ് കമ്പനീസുകളുണ്ട്. ഒന്ന് ഇൻകോർപ്പറേഷൻ ബേസ്ഡ് ആണ് പറയുന്നത്. ഇൻകോർപ്പറേഷൻ ബേസ്ഡ് ആണെന്ന് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ആൻഡ് രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ LIC എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. ദെൻ ഇൻഫോയ്സ്, അതായത് ഇൻഫോയ്സും നമ്മുടെ ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്, രജിസ്റ്റേർഡ് കമ്പനി ഉണ്ട്. LIC എന്ന് പറയുമ്പോൾ ഒരു നിയമ സംവിധാനം, ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വന്നിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് പറയുക. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ഗവൺമെൻറ് പോലെയുള്ള ഒരു സ്ഥാപനമാണ് അത് വരുന്നത്. പിന്നെ ലൈബിലിറ്റിയുടെ ബേസിൽ വരുന്ന കമ്പനിയുണ്ട്. ലിമിറ്റഡ് ബൈ ഷെയർസ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനീസുകളുണ്ട്. അതൊക്കെ വരുന്നത് ലിമിറ്റഡ് ബൈ ഷെയർസ് വരുന്നുണ്ട്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി വരുന്നുണ്ട്. മറക്കരുത്, ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് ഷെയർസ്. ഓക്കെ, മോസ്റ്റ് കോമൺ, ഏറ്റവും കൂടുതലുള്ളത് ലിമിറ്റഡ് ബൈ ഷെയർസ് കമ്പനീസുകളാണ് ഉള്ളത്. ഓക്കെ, ലയബിലിറ്റി അനുസരിച്ചിട്ട് വരുന്നത്. പിന്നെ മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, 1 person കമ്പനി. മറക്കരുത്, പ്രൈവറ്റ്, പബ്ലിക്, 1 person കമ്പനി. പ്രൈവറ്റിൽ മിനിമം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മെമ്പേഴ്സുകൾ ഉണ്ടായിരിക്കണം പ്രൈവറ്റിൽ. പബ്ലിക് ആണെന്ന് വെച്ചാൽ മിനിമം 7 മെമ്പേഴ്സുകൾ ഉണ്ടായിരിക്കും. 1 person കമ്പനിയിൽ 1 മെമ്പർ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ കൺട്രോൾ അനുസരിച്ചിട്ട് ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി ഉണ്ടായിരിക്കും. ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ മെയിൻ കമ്പനി ആയിരിക്കും. അതിൻ്റെ കീഴിൽ വരുന്ന ബ്രാഞ്ചസുകളായിട്ട് വരുന്ന കമ്പനികളാണ് സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഹോൾഡിംഗ് കമ്പനിയാണ് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക, ആര്, സബ്സിഡിയറി കമ്പനി കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ ഓണർഷിപ്പ് അനുസരിച്ച് നമുക്കറിയാം, ഗവൺമെൻറ് കമ്പനീസ് ഉണ്ടായിരിക്കും, പ്രൈവറ്റ് കമ്പനീസ്, ഫോറിൻ കമ്പനീസ് ഒക്കെയാണ് ഓണർഷിപ്പ് അനുസരിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമുക്കൊക്കെ സിമ്പിളായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്, ഡീപ്പായിട്ടൊന്നും നമുക്കത് നോക്കാനായിട്ടില്ല. ഓക്കെ, ഇനി കമ്പനി യൂസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഇതും വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. കമ്പനി എന്താണ്, കമ്പനി യൂസ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ 2-3 ആൾക്കാർ കൂടി ചേർന്നിട്ട് അവർ തുടങ്ങുന്നൊരു സ്ഥാപനമായിരിക്കും പാർട്ട്ണർഷിപ്പ് ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷേ കമ്പനി എന്ന് പറഞ്ഞാൽ അത് ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ ലീഗൽ സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്ക് ഡിഫറൻസ് നോക്കാം. കമ്പനി എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ എൻറ്റിറ്റി അല്ല. ഇപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും തമ്മിൽ ഇത് തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങളായിരിക്കും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം. അതൊരു ലീഗലായിട്ട് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണെന്നും പറയാൻ പറ്റില്ല. എന്ത് കേസ് വരികയാണെങ്കിലും ഞങ്ങളുടെ പേരിലാണ് വരുന്നുണ്ടായിരിക്കുക. സോ അതാണ് പറഞ്ഞത്, നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. പക്ഷേ കമ്പനി ആണെങ്കിൽ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആണ് കമ്പനിയിൽ. പക്ഷേ പാർട്ണർഷിപ്പ് ഫാമിലി അൺലിമിറ്റഡ് ആണ്. എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരെല്ലാം അവരുടെ ലയബിലിറ്റിക്ക് ബാധ്യസ്ഥരാണ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പ്രൈവറ്റ് കമ്പനിയിൽ 2, പബ്ലിക് കമ്പനിയിൽ 7 നമ്മൾ പഠിച്ചു. പാർട്ട്ണർഷിപ്പ് ആണെന്ന് വെച്ചെങ്കിൽ മിനിമം 2 പേര്, മാക്സിമം എത്ര പേരെ പാടുള്ളൂ എന്നാണ് പറയുന്നത്, 50 പേരെ പാർട്ട്ണർഷിപ്പ് വേണ്ടി പാടുള്ളൂ. ഈ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് മറ്റുള്ളവർക്ക്, പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു, പബ്ലിക് കമ്പനികൾക്ക് ഷെയർസുകൾ ഫ്രീ ആയിട്ട് മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്താണ്, അത് റിസ്ട്രിക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. പെർപ്പച്വൽ എക്സിസ്റ്റൻസ്, ഇവിടെ പെർപ്പച്വൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ പാർട്ണർഷിപ്പിൽ പെർപ്പച്വൽ എക്സിസ്റ്റൻസ് ഒന്നുമില്ല. അവർ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ എപ്പോഴാണെങ്കിലും നിർത്തി എന്ത് ചെയ്യാൻ പറ്റും, പോകേണ്ടതായിട്ട് വരും. പിന്നെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, പാർട്ണർഷിപ്പ് ആക്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യണം. ഇവിടെ നമുക്ക് അങ്ങനെ നിയമമൊന്നുമില്ല, കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. നമുക്ക് കൂട്ടുകാർക്ക് വേണമെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന പ്രധാന കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് കമ്പനീസ് ലോസ്. അടുത്തത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. എൻഷുർ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ കോർപ്പറേറ്റ് ആക്ടിവിറ്റി. അല്ലേ, കമ്പനിയിലൂടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്താണ്, നമുക്ക് ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഒരു കമ്പനിയിൽ ഒരു കോർപ്പറേറ്റ് ആക്ടിവിറ്റീസിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ലീഗൽ ഫ്രെയിംവർക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് സഹായിക്കുന്നുണ്ട്, കമ്പനിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ചു 2013 ആക്ട് വന്നപ്പോൾ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് ഓരോ കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഭാഗം സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, ഒരു വിഭാഗം എമൗണ്ട് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് CSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അത് കമ്പനി ലോ പറഞ്ഞതുകൊണ്ടാണ് എല്ലാ കമ്പനികളും അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ളത്. പിന്നെ ഫെസിലിറ്റേറ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ത്രൂ റെഗുലേറ്റഡ് കോർപ്പറേറ്റ് ഗ്രോത്ത്. എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനി ലോയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇൻഷുർ ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ആക്ടിവിറ്റീസ്, പ്രൊട്ടക്ട് ഇൻവെസ്റ്റേഴ്സ് ആക്ടിവിറ്റീസ്, പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, എൻകറേജ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഫെസിലിറ്റേറ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ത്രൂ റെഗുലേറ്റഡ് കോർപ്പറേറ്റ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി കീ ഫീച്ചേഴ്സ് ഓഫ് ദി കമ്പനീസ് 2013 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ്. ഒന്ന് നമ്മൾ പഠിച്ചു CSR, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. മാൻഡേറ്ററി ആണ്, എല്ലാ കമ്പനീസുകളും CSR ചെയ്തിരിക്കണം. പിന്നെ 1 person കമ്പനി അല്ലോ സിംഗിൾ എൻ്റർപ്രണർഷിപ്പ്. ഒരു വ്യക്തിക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് പുതിയതായിട്ട് കമ്പനീസ് 2013 വന്നിട്ടുള്ളത്. ഗവേണൻസ്, ഓൺലി ഫെയിലിംഗ് ഓഫ് കംപ്ലയിൻസ് അല്ലേ, നമുക്ക് എന്തെങ്കിലും പരാതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ എന്ത് പ്രവർത്തനമാണെന്ന് വെച്ചാൽ ഗവേണൻസ് വഴി നമുക്ക് ഇലക്ട്രോണിക് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കും. ആ ഒരു കോൺസെപ്റ്റ് 2013 കമ്പനീസ് ആക്ട് പ്രകാരം വന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ച നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ കമ്പനി ലോ ബോർഡിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നതാണ് NCLT ട്രിബ്യൂണൽ എന്ന് പറയുന്നത്, തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്റ്റ്, നമ്മുടെ ഒരു കമ്പനിയിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമല്ല പാടുള്ളത്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. then എൻഹാൻസ്ഡ് ഡിസ്ക്ലോഷർ നോംസ് ആൻഡ് ട്രാൻസ്പെറൻസി എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ എല്ലാ ആക്ടിവിറ്റീസുകളും പബ്ലിക്കലി അവൈലബിൾ ആക്കുക, അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുകൾ, ബാലൻസ് ഷീറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആർക്കും വേണമെങ്കിലും ചെക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കിട്ടുന്ന രീതിയിലേക്ക് അത് പബ്ലിക്കലി പബ്ലിഷ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത് എൻഹാൻസ്ഡ് ഡിസ്ക്ലോഷർ നോംസ് ട്രാൻസ്പെറൻസി. ദെൻ സ്ട്രേറ്റ് പെനാൽറ്റീസ് ഫോർ ഫ്രോഡ്, അതായത് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രിഗ്നൻറ്റ്, അതായത് ദാറ്റ് മീൻസ് എന്തെങ്കിലും ഫ്രോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനിയാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ള പെനാൽറ്റികളും കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷ പ്രോപ്പറായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഏത് കമ്പനീസ് ആയിട്ട് 2013 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 7 പോയിന്റുകളും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് ഇതിൻ്റെ കമ്പനീസ് ആയിട്ട് 2013 ഫീച്ചേഴ്സ് ആണെന്നുള്ളത് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, പ്രധാനമായിട്ട് നമ്മൾ ഇപ്പോൾ പഠിച്ചതിൽ കീ പോയിന്റ്സുകളാണ്, പെട്ടെന്ന് വായിച്ചു പോവുക, പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. കമ്പനി ലോയ്സ് ഗവൺമെൻറ് ബൈ കമ്പനീസ് 2013 പഠിച്ചു. സെക്ഷൻ 2+20 ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, കമ്പനീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദ മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഈസ് അഡ്മിനിസ്ട്രേറ്റിംഗ് അതോറിറ്റി എന്നുള്ളത് നമ്മൾ പഠിച്ചു. NCLT ആൻഡ് NCLAT ജുഡീഷ്യൽ ബോഡി ഓഫ് അണ്ടർ ദിസ് ആക്ട് പഠിച്ചു. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി കമ്പനി ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പ്രൈവറ്റ് കമ്പനി മിനിമം എത്ര പേരാണ്, 2 മെമ്പേഴ്സ് ഉണ്ട്. പബ്ലിക് കമ്പനിയിൽ മിനിമം 7 മെമ്പേഴ്സ് ഉണ്ട് നമ്മൾ പഠിച്ചു. 1 person കമ്പനീസ് ഇൻട്രൊഡ്യൂസ്ഡ് അണ്ടർ ദി 2013 ആക്ട് പ്രകാരമാണ് 1 person കമ്പനി എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞു നോക്കിയാലോ. ഒന്ന്, പ്രധാനമായിട്ടുള്ള നമ്മുടെ എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് ആണ് പഠിച്ചത്. അതിൽ അതോറിറ്റീസുകൾ നമ്മളൊരു 5 അതോറിറ്റീസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു, നേരെ പോയി നമ്മൾ ടൈപ്സ് ഓഫ് കമ്പനീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ കമ്പനി ഇൻവോൾവ്സ് പാർട്ണർഷിപ്പ് നമ്മുടെ ഡിഫറൻസുകൾ നമ്മൾ നോക്കി. ഇമ്പോർട്ടൻസ് ഓഫ് കമ്പനി ലോ പഠിച്ചു. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് 2013 ഡിസ്കസ് ചെയ്തു. പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളും ഡിസ്കസ് ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കി കേട്ട് നിങ്ങൾ പഠിക്കുക. പരീക്ഷകളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.